മുസ്ലിം എന്ന് പറയുന്നത് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നിങ്ങൾ നോക്ക്, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ആ മുസ്ലിം എന്ന് പറയുന്നത് മറ്റുള്ള മുസ്ലിങ്ങൾ, മുസ്ലിമും അല്ലാത്തവരുമൊക്കെ അവന്റെ നാവിൽ നിന്ന്, അവന്റെ കയ്യിൽ നിന്ന്, അവന്റെ ഹൃദയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ കൈ കൊണ്ട് അക്രമം കാണിക്കാത്തവനാണ്, നാവ് കൊണ്ട് ഉപദ്രവിക്കാത്തവനാണ്, മനസ്സുകൊണ്ട് വെറുക്കാത്തവനാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്ത് വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, മദ്ദീനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ ദീൻ, എന്താണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് നബി തങ്ങളുടെ മറുപടി ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. വീണ്ടും അയാൾ ചോദിക്കുകയാണ്, എന്താണ് നബിയേ ദീൻ എന്ന് പറഞ്ഞാൽ രണ്ടാമതും നബി തങ്ങളുടെ മറുപടി സൽസ്വഭാവമാണ്, സനാതന മൂല്യങ്ങളുടെ അധിഷ്ഠിതമായി ജീവിക്കലാണ്. മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അപ്പോഴും നബി തങ്ങൾ പറഞ്ഞ മറുപടി അതേ ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് മനുഷ്യ. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പരിശുദ്ധമായ ഇസ്ലാം സൽസ്വഭാവമാണ്. സൽസ്വഭാവത്തിന്റെ സന്ദേശമാണ് ലോകത്തെ അതാ പ്രഖ്യാപിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. സനാതന മൂല്യങ്ങളും അതേ സുബ്ഹാനല്ലാഹ് സംസ്കാരവും പഠിപ്പിക്കുന്ന മതമാണ്. എല്ലാ മതങ്ങളും സംസ്കാരത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാമും അതേപോലെ തന്നെയാണ്. നിങ്ങൾ നോക്ക്, ആ പരിശുദ്ധ ഇസ്ലാം അതേ 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് ഓരോ മുസ്ലിമും പറയണം, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ സൽക്കർമ്മങ്ങൾ, എന്റെ എല്ലാ കർമ്മങ്ങളും, എന്റെ ഹർക്കാത്തുകൾ, എന്റെ സക്കനാത്തുകൾ, എന്റെ ഔഖാത്തുകൾ, എന്റെ ചലനങ്ങൾ, എല്ലാ കാര്യങ്ങളും, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹുവിലാണെന്ന് പ്രഖ്യാപിക്കണം, അല്ലാഹുവിനാണെന്ന് പ്രഖ്യാപിക്കണം. അതാണ് നിസ്കാരത്തിലെ പ്രാരംഭ പ്രതിജ്ഞ. ആ പ്രതിജ്ഞ എടുക്കാതെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ആദ്യമായി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് അവനതാ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ചെല്ലുന്ന പ്രതിജ്ഞ എല്ലാം അല്ലാഹുവിനെ ജഗദീന്താവായ ജഗദീശ്വരനായ റബ്ബുൽ ഇസ്സത്തിന് സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണ അർപ്പണ ദർപ്പണ ബോധത്തോടുകൂടി നിസ്കരിക്കുമ്പോഴാണ് അവന്റെ നിസ്കാരം പരിപൂർണമാകുന്നത്. ഇനി നിങ്ങൾ നോക്കുക എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ബോധത്തോടുകൂടെ, ഈ സന്തോഷത്തോടുകൂടെ, ഈ അർപ്പണ ബോധത്തോടുകൂടെ, അതേ ഈ സമർപ്പണത്തോടുകൂടെ, അതേ ഇബാദത്തെടുത്തവരായിരുന്നു കഴിഞ്ഞുപോയ ആളുകൾ. ആ കഴിഞ്ഞുപോയ ആളുകളുടെ ജീവിച്ച് കാണിച്ചുന്ന മാതൃകകൾ അതായിരുന്നു. ഏവരെയും ബഹുമാനിക്കണം, ഏവരെയും ആദരിക്കണം, ഏവരെയും സ്നേഹിക്കണം, ഏവരോടും കരുണ കാണിക്കണം, കാരുണ്യത്തോടുകൂടി പെരുമാറണം. അതേ വാപ്പ മക്കളോടെങ്ങനെ പെരുമാറണം, മക്കള് വാപ്പയോടെങ്ങനെ പെരുമാറണം, ഭാര്യ ഭർത്താവിനോടെങ്ങനെ പെരുമാറണം, ഭർത്താവ് ഭാര്യയോടെങ്ങനെ പെരുമാറണം. അതേ വിദ്യാർത്ഥികൾ ഗുരുനാഥന്മാരോടെങ്ങനെ പെരുമാറണം, ഗുരുനാഥന്മാർ വിദ്യാർത്ഥികളോട് ശിഷ്യന്മാരോടെങ്ങനെ പെരുമാറണം. സുബ്ഹാനല്ലാഹ്, രാജാക്കന്മാര് പ്രജകളോടെങ്ങനെ പെരുമാറണം, പ്രജകൾ രാജാക്കന്മാരോടെങ്ങനെ പെരുമാറണം. ഇങ്ങനെ നല്ല
നല്ല നിലയിൽ നാട്ടിലെ ഉമറാക്കൾ എങ്ങനെ പ്രവർത്തിക്കണം, നാട്ടിലെ ഉമറാക്കളോട് നാട്ടിലെ ജനങ്ങൾ എങ്ങനെ പെരുമാറണം. സുബ്ഹാനല്ലാഹ്, അന്നൊക്കെ ഒരു ബഹുമാനമുണ്ടായിരുന്നു, ഒരു ആദരവുണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു, ഒരു സന്തോഷമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അതേ സമയത്ത് ഇന്ന് അതാ എല്ലാ നിലക്കും പുരോഗതി കൈവരിച്ച കാലഘട്ടമാണ്. കണ്ടുപിടുത്തങ്ങൾക്കത് അനുഭവിച്ച കാലഘട്ടമാണ്. എല്ലാ സുഖാഡംബരങ്ങളും സുഖ സൗകര്യങ്ങളും കൂടി വന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ നശിച്ചു പോയതെന്താണ്? സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനം അതേ മനുഷ്യനിൽ നിന്ന് നശിച്ചു പോയി. അതേ സംസ്കാരം നശിച്ചു പോയി. പരിഷ്കാരങ്ങൾ വളർന്നു പോയി. പരിഷ്കാരം എന്ന് പറഞ്ഞാൽ അതേ ഒരു 10 കൊല്ലം മുമ്പുള്ള പരിഷ്കാരമല്ലല്ലോ ഇന്നുള്ളത്. അതേ സമയത്ത് 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന സംസ്കാരം എന്തൊരു സംസ്കാരമായിരുന്നു. പാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ മക്കളെ ബഹുമാനിച്ചിരുന്നു. പാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ മക്കളെ ബഹുമാനിച്ചിരുന്നു. അതേ ഗുരുവര്യന്മാരെ കാണുമ്പോൾ ശിഷ്യന്മാരെ ബഹുമാനിച്ചിരുന്നു. നാട്ടിലെ കാരണവന്മാരെ കണ്ടാൽ ഉമറാക്കളെ കണ്ടാൽ നാട്ടുകാരെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ അന്നൊക്കെ ജീവിച്ചവർ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. വളർന്നു വരുന്ന തലമുറക്ക്, വളർന്നു വരുന്ന യുവതലമുറക്ക് അദബും മര്യാദയും അച്ചടക്കവും അതേ സഹിഷ്ണുതയും പഠിപ്പിച്ചു കൊടുത്തിരുന്നൊരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയി. അതുകൊണ്ടല്ലേ ഇന്നും അതാ കുറെ ആളുകൾ അതേ സാദാത്തുക്കളെ കാണുമ്പോൾ അവരെ കൈപിടിച്ച് അതാ സന്തോഷം പ്രകടിപ്പിക്കുന്നു, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തുകൊണ്ടാണ്? അവര് കാണിച്ചിരുന്ന മാതൃകയാണ്. ആ മാതൃക, ആ സംസ്കാരം, ആ സന്തോഷം ഇന്ന് എവിടെ പോയി?